മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ 5 ലിറ്റർ ക്യാൻ വാങ്ങുம்போது 1/2 കിലോ ഗുലാസ് നാട്ട് ചക്ര ഫ്രീ കൂടവേ இன்னொரு 1/2 കിലോ ഫ്രീ. ശ്രീകുമരനിൻ കാതണി തിരുവിഴ ഒക്ടോബർ 18 മുതൽ. ஸ்டுடியோ கிரீன் கே ஞானவேல் ராஜா வழங்கும் சிவா இயக்கத்தில் சூர்யா நடிக்கும் கங்குவா வெற்றி நடை போடுகிறது உங்கள் அபிமான திரையரங்குகளில். Shiva's direction is superb. It's an awesome movie. Technically superb. Visually very good experience. At first there's some lag, but later it becomes very good entertainment. And it's a time, there's no lag, nothing. There's very good mass as well as class level, both are there. സൂര്യയുടെ 2 കൊല്ലത്തിന്റെ കാത്തിരിപ്പ്. Yeah, it's a really comeback from Surya's side. And Shiva's direction is very superb, production. It's a very good movie, awesome movie. ഗംഭീരം നമ്മുടെ സൂര്യയുടെ പെർഫോമൻസ് ആണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇതിൽ ബോബിഡിയോള് ഗുപ്താണെങ്കിലും സോൾജറാണെങ്കിലും ഇതുപോലെ ഹിന്ദി പടങ്ങളൊക്കെ നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന ആ മനുഷ്യൻ്റെ വേറെ ലെവലാണ് സിനിമയിൽ. പിന്നെ അതുപോലെ തന്നെ ഗാനങ്ങൾ, കലാസംവിധാനം എല്ലാം മികവുറ്റാണ്. നല്ലൊരു മൂവിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇതിനകത്ത് കലാസംവിധാനം ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും വേറെ ലെവലാണ്. പിന്നെ ശിവസാറിൻ്റെ ഒരു പൊൻതൂവലാണ് സിനിമ. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ്. എന്തായാലും ഇതിൻ്റെ 2 ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗംഭീര പെർഫോമൻസ് ആണ് സൂര്യയുടെ. അവിടെ സിംഗൊക്കെ കണ്ടുണ്ട്, പക്ഷേ ഇതാ നിങ്ങട്ട് മൂട് പടം ഒന്നും ഒരു രക്ഷയില്ല, റോമാറ്റില്ല, കണ്ണീര് വെള്ളം വന്നു. ഇനി പാരാട്ടെന്നു പറയും. എനിക്ക് നല്ല ഫീൽ ആയിട്ട് തോന്നി. ഇപ്രാവശ്യം ഇത് കയറും കഴിച്ചിട്ടുണ്ട്. കാരണം റോമാറ്റല്ല, ശരിക്കും കണ്ണിന് വന്നു. പിന്നെ 3D ആണ്. കല്ലും പാമ്പൊക്കെ ഉള്ളിലേക്ക് വന്നത്. ഒന്നും പറയണ്ട, സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല, ഇഷ്ടപ്പെട്ടില്ല. പോരാ. ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ 8 നിലപ്പെടുന്ന ഉറപ്പാണ്. കാരണം അതിനോടൊന്നുമില്ല പടത്തിൽ. സൂര്യ പറയുന്നതുകൊണ്ട് ഈ സിനിമയിൽ വിഷ്വൽസ് കണ്ടിട്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അങ്ങനെയൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ട അതേ സീൻസും അതേ മേക്കിങ്ങും എല്ലാം ഈ ഒരു സിനിമയൊക്കെ ഈ ഒരു ബഡ്ജറ്റൊക്കെ രാജമൗലിക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ ആ പടം ആകുമെന്ന് കാണാമായിരുന്നു. ഇത് ഒന്നിനും കൊള്ളില്ല പടം. സെക്കൻഡ് പാർട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ പടം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ പോകുന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് സെക്കൻഡ് ഒരു പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? അതിനുള്ള ഒന്നുമില്ല പടത്തിന്. പോസിറ്റീവ് എലമെൻറ്റ്സ് ആയിട്ട് പറയാൻ ഒന്നും തന്നെയില്ല. പടം എല്ലാ ടെക്നിക്കൽ സൈഡായാലും എല്ലാം മോശം, വളരെ മോശം. ഒന്നുമില്ല പടത്തിൽ പോസിറ്റീവ്. അല്ല, പടം അല്ല കങ്കുവറ്റു ഇറങ്ങാൻ വേണ്ടി കങ്കുവറ്റു വേണ്ട, അതാണ് റിവ്യൂ. അപ്പോൾ 1ൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. എനിക്ക് പ്രത്യേകിച്ച് വർക്കായില്ല ബ്രോ. പ്രതീക്ഷ ഉണ്ടായിരുന്നു. 3D പോസിറ്റീവ്സ് ആണെങ്കിൽ 3D കുഴപ്പമുണ്ടായിരുന്നില്ല. ഗ്രാഫിക്സ് കുറച്ച് പറയുന്നതിലും 2D കാണുന്നതിനെക്കാട്ടും ബെറ്റർ എനിക്ക് 3D ആയിരിക്കും. കുറച്ച് 3Dക്ക് വേണ്ടിയുള്ള സീൻസ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ എനിക്ക് മൂവി ആസ് ഓൾ ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. നമുക്ക് പ്രേക്ഷകർക്കൊരു ഫീല് സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു സീന് പോലും നമുക്കൊരു കാണുമ്പോൾ ഒരു വിഷമോ അല്ലെങ്കിൽ ഏതോ ഒരു ഗൂസ് ബം സീനോ അങ്ങനൊന്നും കിട്ടിയില്ല. അത് ഞാൻ പ്രതീക്ഷിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് വർക്കായില്ല. കുഴപ്പമൊന്നുമില്ല. സൂര്യ പക്ഷേ പടം പോലെ സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തോ പ്രതീക്ഷ ഏതാ വൺ ടൈം വാച്ച് തിയേറ്ററിൽ വന്ന് ആ ഒരു ഇമ്പാക്റ്റാണ് കാണുന്നത്. പക്ഷേ നമുക്കൊരു പടം കണ്ടൊരു ഫീല് കിട്ടില്ല. ആ ഒരു ഇത്രയും ബഡ്ജറ്റ് മുടക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ. നമുക്കൊരു സ്റ്റാർട്ട് ടു എൻഡ് വരെ സൂര്യയുടെ ക്യാരക്ടറിനോടോ ആ ഒരു കൊച്ചിൻ്റെ ക്യാരക്ടറിനോടോ അവർ തമ്മിലുള്ള ബോണ്ടോ നമുക്കൊരു ഇത് കിട്ടുന്നില്ല. സോ അതാ എന്നിലെ പേഴ്സണൽ വർക്കാവുന്നത്. നോ കമൻസ്. സൂര്യയുടെ ഒരു വെറൈറ്റി അടിപൊളി സൂപ്പർ ഡൂപ്പർ പടം. സൂര്യയുടെ ക്യാരിയേഴ്സിൽ ഇത് ഇങ്ങനെ ഒരു പടം വന്നിട്ടില്ല. ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. സിംഗറൊക്കെ ഇതുപോലെ ഉണ്ടാവും വിചാരിച്ച്, പക്ഷെ അതൊന്നല്ല, അതിക്ക് മേലെ. പിന്നെ മൂഡീഷൻ, പിന്നെ 3D ആണല്ലോ. സൂര്യ ആദ്യമായിട്ടാണ് 3D പടം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സംഗതി അടിപൊളിയായിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 100ൻ്റെ മേലെ ടോപ്പ് കയറും. താത്തക്ക് മുന്നില്ല, 100ൻ്റെ മേലെ തൂക്കും, ഉറപ്പായിട്ട് തൂക്കും, സ്കോർ അടിക്കും ചെയ്യും. ഇല്ല, അത് കഴിഞ്ഞല്ലേ പടം. സെക്കൻഡ് അത് പക്ഷേ അതിലിങ്ങനെ കാണിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഇതുപോലെ ഇങ്ങനെ കാണിക്കും. ഇതാ മറ്റേ സൂര്യയുടെ അനിയൻ മാത്രം പറഞ്ഞ ഇത് കാണിക്കുമല്ലോ.
സെക്കൻഡ് വന്നാൽ അടിപൊളിയായി, പക്ഷെ ഇതുപോലെ അടിപൊളി ആവണം, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അല്ലേ. ഇത് കിടക്കാച്ചായിട്ടുണ്ട് പടം, ഒന്നും മോശമായിട്ടില്ല. കാരണം സൂര്യയുടെ എല്ലാ പടവും ഞാൻ കാണാറുണ്ട്, സിംഗം പിന്നെ പല ഫിലിമൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൽ ഒരു വെറൈറ്റി പടം, സൂര്യയുടെ കേരളയിൽ ഒരു മാസ് പടം. ആ പുള്ളി പറഞ്ഞില്ലേ, അതെന്ത് കറക്റ്റ് ഓപ്പോസിറ്റാണ്. ഒന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ സൂര്യ ഹേറ്ററൊന്നുമല്ല, നല്ല ഭയങ്കര പ്രതീക്ഷയോടെ വന്നത്, സത്യമായിട്ട് ഭയങ്കര ആ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ വന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ല, ഒരു ഗുമ്മുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ തന്നെയാണ് ഒരു ഫ്ലോപ്പി ഡയറക്ഷനാണ്, ഒരു ഒഴുക്കില്ലാത്തൊരു ഒരു സ്ക്രീൻ പ്ലേ അത് ശരിയായിട്ടില്ല. കുറേ ബഡ്ജറ്റുണ്ട്, ആ ബഡ്ജറ്റൊക്കെ കുറേ എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇമോഷണൽ സംഘങ്ങളാണെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഡയറക്ഷനെ പറഞ്ഞാൽ മതിയല്ലോ, ഡയറക്ഷൻ വെറും മോശമായിപ്പോയി. പിന്നെ സ്ക്രീൻ പ്ലേ തന്നെ ഒരു ഒഴുക്കില്ലാത്ത സ്ക്രീൻ പ്ലേ ആണ്, നല്ല രീതിയിൽ എടുക്കായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും ഇല്ലാതായിപ്പോയി. ആ ഒരു ആൾക്കാർക്ക് ഒരു ഇതും തോന്നിയില്ല. ഒരു മാസ് ഗൂസ് ബംപ് സീൻസോ അങ്ങനെയൊന്നും തോന്നില്ല. ഇപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ആണെങ്കിൽ തന്നെ അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്, ക്ലൈമാക്സ് കുറേ മാസാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആർക്കും ഒന്നും ഒരു ഇത് വരുന്നിട്ടില്ല. പിന്നെ അവസാനം ഒരു ടേലെന്തെങ്കിലും സൂപ്പറാക്കാൻ പ്രതീക്ഷിച്ചു. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ട്രെയിലിനകത്ത് ഒരു ക്യാമിയോ പോലെ കാണിക്കുന്നുണ്ടല്ലോ, ആ ക്യാമിയോ വെച്ച് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ അത് എറിച്ചിട്ടില്ല. കുറേ ശ്രമിച്ചു, പക്ഷെ ഒന്നും എറിച്ചിട്ടില്ല. ആ ഒരു 4 മണിക്കൂർ ഷോ എന്നൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഫാൻസൊക്കെ നല്ല ഒരു ഇത് ക്രേസസ് കിട്ടുന്നതാണ്, പക്ഷേ അതുപോലെ ഇവിടെ കിട്ടിയിട്ടില്ല. കുറേ ശ്രമിച്ചു, പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. അതെ 2 മണിക്ക് എത്ര കൂടുതലും കാണിക്കുന്നത് പാസ്റ്റ് കാലഘട്ടമാണ്. റിസൾട്ട് കുറച്ചൊരു 25-30 മിനിറ്റ്, അതിനപ്പുറം കൂട്ടില്ല. അവസാനം ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ ഒരുപാട് കണക്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ, പക്ഷേ രണ്ടും കൂടെ ഒരു ഗുമ്മ തോന്നിയില്ല, ഒന്നും പറയാനില്ല, കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത്ര പ്രതീക്ഷയോടെ വന്നുകൊണ്ടായിരിക്കാം ഭയങ്കര നിരാശയായിപ്പോയി. ഈ VFX ഒക്കെ ചില സ്ഥലത്തൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം കുറേ ബഡ്ജറ്റ് ഇതിനു വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചൊരു ആ ഡയറക്ഷനിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചൊന്നും നന്നാക്കാൻ നല്ല സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം നല്ല പോലെ ഒരു സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ നന്നാക്കിയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടായിരുന്നു. ശരിക്കും കളഞ്ഞു. പടം തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം സൂര്യയുടെ ഡബിൾ റോൾ ആകുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ പടത്തിൻ്റെ ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ എന്തായാലും ഉയർന്നിട്ടില്ല. VFX ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒരു ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ചില 3D വർക്കുകൾ, ചില VFX വർക്കുകൾ എന്താ പറയുക വളരെ ബോറായിട്ട് തന്നെയാണ് സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്തത്. അപ്പം ഒരു ആവറേജ് അനുഭവത്തിന് മുകളിലേക്ക് കങ്കുവ ഉയർന്നിട്ടില്ല എന്നാണ് അഭിപ്രായം. ആക്ടിംഗ് ബേസ് ആണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഈ റോളിൽ ഒരു തീരെ ഡെപ്ത് ഇല്ലാത്തൊരു റോളാണ്. ഇപ്പോൾ സൂര്യ നമുക്കറിയാം, സൂര്യ പെർഫോം ചെയ്യാൻ വളരെ കഴിവുള്ള ആളാണ്, പക്ഷേ സൂര്യക്ക് അങ്ങ് അഴിഞ്ഞാടാൻ മാത്രമുള്ള ഒരു ഡെപ്തുള്ള ഒരു ക്യാരക്ടർ അല്ല ഈ സിനിമയ്ക്ക്. സൂര്യയുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ട് അത് മാക്സിമം സ്ക്രീൻ പ്രസൻസ് ഗംഭീരമായിരുന്നു. പിന്നെ DSPയുടെ BGMഉം ചില സീനുകൾ സോങ്സൊക്കെ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പടത്തിൻ്റെ ഒരു കഥയുടെ ഒരു എന്താ പറയുക തീരെ സ്ട്രോങ് അല്ലാത്ത ഒരു കഥാപരിസരമാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ എല്ലാ സിനിമയിലും നമ്മൾ സ്ഥിരം പറയണ പോലെയാണ്, നമ്മൾ ഇപ്രാവശ്യം നന്നാക്കിയില്ല അടുത്ത പ്രാവശ്യം നന്നാക്കുക എന്ന് ജാമ്യം എടുക്കുന്ന പോലെയാണ് എനിക്ക് പാർട്ട് 2 എന്ന് കാണിച്ചപ്പോൾ തോന്നിയത്. ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ടായിരുന്നു കങ്കുവത്. ശിവയുടെ ഡയറക്ഷൻ, ശിവസാറിൻ്റെ ഡയറക്ഷൻ സൂപ്പറാണ്. മറ്റേ സൂര്യ സാറിൻ്റെ ശക്തമായി തിരിച്ചു വരിക, ഈ ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് നന്നായി. ഒരു വിജയുടെ ലെവലിലേക്ക് സൂര്യ വരികയാണ്. ഇത് നെഗറ്റീവ് വരാൻ കാരണം ഫസ്റ്റ് ഹാഫിൽ ആദ്യം ലാഗ് ഉണ്ട്, കുറച്ച് ലോജിക്കലുള്ള തോന്നും, പിന്നീട് അത് പേസിലേക്ക് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ആരും കുറ്റം പറയില്ല. വിഷ്വലി നല്ല എക്സ്പീരിയൻസ് ആണ്, ടെക്നിക്കലി സൂപ്പർബാണ്. പിന്നെ ക്ലൈമാക്സിൽ സ്റ്റാർ വരുന്നുണ്ട്, അത് പറയുന്നില്ല. പിന്നെ ഒരു ഓസം മൂവി എന്ന് പറയാം. പിന്നെ ഒരു കങ്കുവ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ആക്ഷൻ ഫാൻറ്റസി ജോണ്ടറാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനറാണ്. നിങ്ങൾ നെഗറ്റീവ് കണ്ട് പോകാതിരിക്കരുത്, കാരണം അത് ആദ്യം മാത്രമേ അങ്ങനെ ഉള്ളൂ. ചിലപ്പോൾ ഈ ഫാൻസിയാർ കളിക്കണമെന്ന് അറിയില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവി ആയിട്ട് പോകണം. 5 4 മാർക്ക് കൊടുക്കാം. സൂര്യ സാറിൻ്റെ പടം കണ്ട്, കങ്കുവ കണ്ടു, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കുടുംബ സാർ കാണാൻ പറ്റുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാം കൂടെ തന്നെ വർക്കൗട്ട് ആയി പോകുന്നുണ്ട്. കോമഡി ഇല്ല, കുറച്ചുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ റൊമാൻസ് ഉണ്ട്, പിന്നെ വയലൻസ് കുറച്ചുണ്ട്, കണ്ടിരിക്കാൻ പറ്റും, കുഴപ്പമില്ല. സൂര്യ സാറിൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. കാരണം ഫൈറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഫൈറ്റും പിന്നെ കോസ്റ്റ്യൂം സെൻസാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ നമ്മുടെ ഒരുപാട് താരനിര അഭിനയിച്ചിട്ടുണ്ട് പുതുമുകളായിട്ട്, അവരെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചു. സൂര്യ സാറിൻ്റെ ഒരു വേറിട്ടൊരു പെർഫോമൻസ് തന്നെ പറയാം. എൻഗേജിങ് ആണ്, കുടുംബ പരിസരത്ത് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ഹൈപ്പുള്ള ഗംഭീരമായിട്ടുള്ള സിനിമ. പെർഫോമൻസ് അടിപൊളിയാണ്, ഒന്നും പറയില്ല, അതറിയാലോ, നമ്മൾ കണ്ടതാണല്ലോ. ഒരു പാനിൻ്റെ ഹിറ്റായിട്ട് പോകും. നമുക്കിനി പ്രതീക്ഷിക്കാം, അതിപ്പോൾ ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും.
എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതെ, ഇതിലും ഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് പാർട്ട്. ക്യാമൊക്കെ അടിപൊളി. കാർത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻട്രി ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചില്ല, ഒരു അടിപൊളി മേക്ക് ഓവർ ആയിരുന്നു. ക്യാമിയോ അതെ അതെ, അതിപ്പോൾ പറയണോ, അടിപൊളിയായിരുന്നു. കാർത്തി പ്രതി വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്, പക്ഷേ അത് ഗംഭീരമായിട്ടാണ് മേക്ക് ഓവറൊക്കെ ആയിട്ട് വന്നത്. കാർത്തി സാർ അടിപൊളിയായിട്ട്. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഒരു ലീഡ് വെച്ചിട്ടാണല്ലോ സിനിമ വെച്ചേക്കുന്നത്. അതെ അതെ, സെക്കൻഡ് എങ്ങനെയായിരിക്കും? സെക്കൻഡ് എനിക്ക് ഇതിലും ഗംഭീരം ആക്കണമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലും ഗംഭീരമാവും. சூப்பராக இருக்குது, நல்லா இருக்குது. ஹாலிவுட் மூவி மாதிரி இருக்குது. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் லேக் இருந்தது, அதுக்கப்புறம் ரொம்ப என்கேஜிங்காக இருந்தது. இமோஷனலாம் ரொம்ப இதாக இருக்குது. செகண்ட் பார்ட்டுக்கு வெயிட் பண்ணிகிட்டு இருக்கு. ஆர்ட் ஒர்க் எல்லாம் சூப்பராக இருக்குது, அடிபொலியாக இருக்குது. மூவி சாட்டிஸ்ஃபை உங்களுக்கு இருக்குங்களா? சாட்டிஸ்ஃபை சூப்பர், என்ஜாய், ഇമോഷണലി എൻജോയ് തോന്നി. കാരണം ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഗെറ്റപ്പ് ആണെങ്കിലും രണ്ടിലും ബോഡി ലാംഗ്വേജിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ നടത്തത്തിലാണെങ്കിലും സ്റ്റൈല് ആണെങ്കിലും സ്റ്റണ്ടിലാണെങ്കിലും ഭയങ്കര രണ്ട് ഒരു പേരാന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. രണ്ട് കാലഘട്ടത്തിലും കാണിക്കുന്ന രണ്ട് ഫ്രെയിമുകളും ഭയങ്കര ഒന്ന് എന്താ പറയുക, അതേപോലെ ഹാപ്പി ആയി. നമ്മളെ പൈസ കൊടുത്തിട്ട് ഒരു 250 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിക്ക് മേലെ പോയി സംഭവം. അതേപോലെ ഒരു ഹോളിവുഡ് മൂവി കണ്ട ഫീൽ നമുക്ക് തോന്നി. വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമയുണ്ട് ആ ഒരു ഇതിന്. എന്താ പറയുക, ഒരാളെ ഒരു ത്യാഗം, അത് സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമായിപ്പോയി. ആ പയ്യൻ്റെ അഭിനയം കൊള്ളാം. ലാസ്റ്റ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ നന്നായിട്ടുണ്ട് സംഭവം. പടം സൂപ്പറാണ്, അടിപൊളിയാണ്. കുറച്ച് നാൾ കൂടിയിട്ട് നമ്മുടെ സൂര്യനെ ഒന്ന് കാണാൻ പറ്റി. സൂര്യ ഇതിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ രണ്ട് കാലഘട്ടമാണ് കാണിക്കുന്നത്, രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൽ പറയാനൊരു 3D എഫക്ട്സ് കുഴപ്പമില്ല. പിന്നെ ഞാൻ 3D അങ്ങനെ അധികം കണ്ടിട്ടില്ല. എനിക്കിതിൽ സാധാരണ പടങ്ങൾ കണ്ടതല്ല, എല്ലാ പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ വിഷ്വലിന് എനിക്കൊരു ചെറിയൊരു സുഖക്കുറവുണ്ട്. പക്ഷെ പടം സൂപ്പർ. സൂര്യയുടെ ആ ഒരു ക്യാരക്ടർ നന്നായിട്ടുണ്ട്. സൂര്യ നന്നായി പെർഫോം ചെയ്തു. എനിക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പടം. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല, അത് വേറെ രീതിയിലാണ് വിചാരിച്ചത്. ഇതുപോലെ രണ്ട് കാലഘട്ടം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഒരു ഫിലിമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് രണ്ടും കാണിച്ചിട്ടുണ്ട്, മാസം കയറ്റിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് വരണം. കാരണം സൂര്യയുടെ ശരിയായ പെർഫോമൻസ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ശരിക്കും ഒന്നുകൂടി ആറാടാനുണ്ട്. ഇത് തകർത്തിട്ടുണ്ട്, അതിലായിരിക്കും. കാരണം എനിക്ക് വിഷ്വലിലാണ് എനിക്കൊരു രസക്കുറവ് വന്നത്. അത് ചിലപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നിട്ടാണോ ഇനി 3D വെച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷേ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് അതിൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ അനിയൻ്റെ എൻട്രി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആയി വെയിറ്റ് വരണമെന്നാണ്. ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ പൊളിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഒക്കെ കിട്ടി. പിന്നെ നമ്മളെ സൂര്യ ഫാൻസ് ആയിട്ട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ വന്ന് കണ്ടു. നമുക്ക് എന്തായാലും ഇഷ്ടമായി. മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ 5 ലിറ്റർ ക്യാൻ വാങ്ങുമ്പോൾ 1/2 കിലോ ഗുലാസ് നാട്ടു ചക്ര ഫ്രീ. കൂടവേ 200 കിലോ ഫ്രീ. ശ്രീകുമരൻ കാതണി തിരുവിഴ ഒക്ടോബർ 18 മുതൽ. ஸ்டுடியோ கிரீன் கே ஞானவேல் ராஜா வழங்கும் சிவா இயக்கத்தில் சூர்யா நடிக்கும் கங்குவா வெற்றி நடை போடுகிறது உங்கள் அபிமான திரையரங்குகளில்.